പ്രതിയെ സന്ദീപ് എടപ്പാൾ സ്വദേശിയാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ഉൾപ്പെട്ട 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഈ വ്യക്തിയുമായിട്ട് യാതൊരു മുൻപരിചയമോ ബന്ധമോ ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രതീക്ഷിച്ച് എന്നെപ്പോലുള്ള നിരവധി പേരെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കി അവർ ഇനി ആവർത്തിച്ചാൽ ഇതിലും കഠിനമായ രീതിയിലുള്ള നോൺ ബെയിലബിൾ സെക്ഷൻസ് തന്നെ ഇട്ടിട്ട് നമ്മൾ റിമാൻഡിലോട്ട് കടക്കുന്ന രീതിയിലുള്ള നടപടിയെടുക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ ബിഷപ്പിനെ അധിക്ഷേപിച്ച യൂട്യൂബർ അറസ്റ്റിൽ. ഇടപ്പാൾ സ്വദേശിയായ യൂട്യൂബർ സന്ദീപ് ഇടപ്പാളിനെയാണ് തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബിൾ ഫിലിപ്പ് അമ്പലവേലിക്കെതിരെ നിരന്തരമായി യൂട്യൂബിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നുവെന്ന പരാതിയിലാണ് സന്ദീപിനെ തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ആംഗ്ലിക്കൻ സഭയിലെ ഒരു തിരുമേനിയുടെ പരാതി പ്രകാരം തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷൻ ക്രൈം 944/26 അദ്ദേഹത്തിനെതിരെ യൂട്യൂബിലും മറ്റും വ്യാപകമായിട്ട് ആക്ഷേപ ശരങ്ങൾ ഉയർത്തിയതിന്, വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തിയതിന് പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിൻ്റെ അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തിയിട്ടുള്ളതും ആ പ്രതിയെ സന്ദീപ് എടപ്പാൾ സ്വദേശിയാണ്. അയാളെ എടപ്പാളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ കേസിൽ ഉൾപ്പെട്ട 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഈ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിൽ അതിനൊക്കെ നമുക്ക് പൗരാവകാശ പ്രകാരം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് മറ്റു വ്യക്തികളുടെ അവരുടെ സ്വകാര്യ ജീവിതത്തെയും അവരെ വ്യക്തിഹത്യ നടത്തുന്ന തലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് കേസെടുക്കും. അത്തരത്തിൽ കേസെടുത്ത് ഇപ്പോൾ നിയമ നടപടി എടുത്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന പക്ഷം തുടർന്നും അതിശക്തമായ നടപടി ഉണ്ടാവും. ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്ന പക്ഷം കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർത്ത് കർശനമായ നിയമ നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നതാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരന്തരമായിട്ട് ഈ പിതാവിനെതിരെ ഇടുകയായിരുന്നു. ഒരു 2-3 വീഡിയോ വിഷ്വൽസ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസ് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായ അന്വേഷണം ഇതിനകത്ത് നടത്തുന്നതാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് പോലീസിനായാലും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കായാലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽസാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഇടുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വിവിധ പോലീസ് സ്റ്റേഷനിൽ ഇതിനൊക്കെയുള്ള കേസെടുക്കുന്നുണ്ട്. ഇങ്ങനെ യൂട്യൂബർമാർ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇടുന്നത് ശക്തമായ നിയമ നടപടികളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം പോലീസ് ചെയ്തു വരുന്നുണ്ട്. ഉണ്ടാവും. നിയമ നടപടി, കൃത്യമായ നിയമ നടപടി എടുക്കുന്നുണ്ട്. ഇനി ആവർത്തിച്ചാൽ ഇതിലും കഠിനമായ രീതിയിലുള്ള നോൺ ബെയിലബിൾ സെക്ഷൻസ് തന്നെ ഇട്ടിട്ട് നമ്മൾ റിമാൻഡിലോട്ട് കടക്കുന്ന രീതിയിലുള്ള നടപടിയെടുക്കും. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യൂട്യൂബർ സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന ഒരാൾ ജൂലൈ മാസം 13 മുതൽ നിരന്തരമായിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ 1-2 വീഡിയോസ് കണ്ടപ്പോൾ ഞാനത് ഇഗ്നോർ ചെയ്തു, അത് പോട്ടെ എന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു ദിവസം 2-3 വീഡിയോ വെച്ച് നിരന്തരമായിട്ട് ഈ സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന യൂട്യൂബർ ഇങ്ങനെ ഇട്ട് എൻ്റെ മിഷണറി ജീവിതത്തെ, എൻ്റെ വൈദിക വൃത്തിയെ, എൻ്റെ കുടുംബത്തെ, സഭാപ്രവർത്തനങ്ങളെല്ലാം തകർത്ത് താറുമാറാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നിരന്തരം വന്നപ്പോൾ സഭാജനങ്ങൾ എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരികയും ഞാൻ അതിൽ കയറുമ്പോൾ വളരെ വേദനാജനകമായ ദുഷ്പ്രചരണങ്ങൾ എനിക്കെതിരെ നിരന്തരം, അതും ഏറ്റവും മോശമായ രീതിയിൽ, മനസ്സിനെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ കുടുംബാംഗങ്ങൾക്കും എനിക്കും താങ്ങാവുന്നതിനപ്പുറമായിട്ടുള്ള വേദനാജനകമായ വീഡിയോ ഇട്ടത് ഞാൻ തൃക്കുടിത്താനം പോലീസിൽ ഈ സന്ദീപ് ഇടപ്പാളിനെതിരെ പരാതിയുമായി ചെന്നത്. ആ പരാതി അവർ പരിശോധിച്ച ശേഷം ചങ്ങനാശ്ശേരി DYSP ബഹുമാനപ്പെട്ട ആഷാദ് സാറ്, തൃക്കുടിത്താനം SHO അനീഷ് സാറ്, അങ്ങനെയുള്ളവരെല്ലാം അത് അന്വേഷിച്ചു. അങ്ങനെ ഈ പ്രതിയെ സന്ദീപ് ഇടപ്പാളിനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ എടപ്പാളിൽ പോയി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എനിക്ക് ഒരിക്കൽ പോലും ഒരു മുൻപരിചയമുള്ള ഒരാളല്ല. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഇദ്ദേഹത്തെ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ വ്യക്തിയുമായിട്ട് യാതൊരു മുൻപരിചയമോ ബന്ധമോ ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രതീക്ഷിച്ച് എന്നെപ്പോലുള്ള നിരവധി പേരെ
ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കി അവർ സമൂഹത്തിൽ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് താങ്ങാവുന്നതിനപ്പുറമായതുകൊണ്ടാണ് ഞാൻ പരാതിയുമായിട്ട് മുൻപോട്ട് പോയത്. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, അവകാശമുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നൊരു പൗരനാണ്. അപ്പോൾ എനിക്കും മുൻപോട്ട് പോകണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്കെതിരെ പരാതിയുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. പ്രതിയുടെ 2 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു. ഇനിയും ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്താൽ ജാമ്യമില്ലാ വകുപ്പിട്ട യൂട്യൂബർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.